ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ലോങ് വീഡിയോയാണിത്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചൊരു ലോങ് വീഡിയോ പോട്ടെ, സാരില്ല, ഒരു ലോങ് വീഡിയോ എടുക്കാം. ഇത് നമ്മുടെ ഇല്ല 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 നിൽക്കാതെ. ഇത് നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞുവാവയാണ്. അപ്പം ഇവനെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഏൽപ്പിച്ചിരിക്കുന്നത്. ചേച്ചി കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കാം. അപ്പം ഇവനെ നോക്കാനായിട്ട് ഇപ്പം ഭയങ്കര മേടാണ്. ഇവനിപ്പോൾ എന്തെങ്കിലും ഇപ്പം അമ്മയെ വിളിച്ചോണ്ട് നടക്കുക അല്ലേ ആദം? അമ്മ ഓക്കെ. ഇവനെ ഞാനൊന്ന് മെനക്ക് നിർത്തിയിട്ട് തരാം കേട്ടോ. ഇവിടെ ഇരിക്കണം, പിന്നെ നമുക്ക് ഇവിടെ ഇരുത്താം. കുഞ്ഞിന് പനി ആയതുകൊണ്ട് ഈ ഒരു കോലത്തിലാണ് ഈ വീട് കിടക്കുന്നത്. ഭയങ്കര ഒരു അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം പനി വന്നാൽ അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. ഇവനാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളെ അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ മോനെ ഇവിടോ? ഇങ്ങത്താ അവൻ ഇവിടെ വരയ്ക്കണമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തേക്കാം. നീ ഇവിടെ വരച്ചു, ഇവിടോട്ട് വരച്ചു. ഇവരുടെ പരിപാടിയാണ് ഇത്. ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഈ ഭിത്തിയിലൊക്കെ ആക്കുക എന്നുള്ളത് ഇവിടുത്തെ പണിയെല്ലാം. ഇത് ഈ അലങ്കോലമായി കിടക്കുന്ന ഈ വീട് നമുക്കിപ്പം നല്ല സെറ്റപ്പ് ആക്കാം. അതൊക്കെ വലിയ ഇഷ്ടമാണ് വീഡിയോയ്ക്കകത്തൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇല്ലടാ, ഞങ്ങളുടെ ആദംകുട്ടനാണിത്. ഞങ്ങളുടെ ആദംകുട്ടൻ അല്ലേ? ആദംകുട്ടൻ സംഗീ കവറും എടുത്തുകൊണ്ട് നടക്കും. അപ്പം നമുക്ക് നമ്മുടെ പണി തുടങ്ങിയാലോ? അല്ലേ ആദംകുട്ട? ഓക്കെ, നമുക്ക് നമ്മുടെ പണി തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കണം. ആയിരിക്കണം, ഫസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. പിന്നീട് ഇവിടെ എല്ലാം തുണി മടക്കി വെക്കാനുണ്ട്, കുറച്ച് പാത്രം അടുക്കളയിലിടാനുണ്ട്, തൂത്ത് വാരണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ പണി ഇന്നത്തെ. അതെല്ലാം ഒന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും ഒരു സമയമാകും. പിന്നെ നമുക്ക് ഇവന് കഴിക്കാൻ കൊടുക്കണം. ഇല്ലടാകുംകൂട്ട ഇവന് കഴിക്കാൻ കൊടുക്കണം. അപ്പം അതൊക്കെയാണ് കാണാം അല്ലേ? അതാ ടാറ്റ കൊടുത്തേ. അപ്പം ഇവൻ പാവമാണ്. ഇവനിങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കളിപ്പിക്കാനൊക്കെ കൊടുത്തു വിട്ടാൽ അവിടെ ഇരുന്നോളും. ഇച്ചിരി മെനക്കേട് കാണിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. എൻ്റെ അടുക്ക് അവൻ ഇറങ്ങി നിന്നോളും. അതുകൊണ്ടാണ് ചേച്ചി എന്നിനുള്ള കുറച്ച് മെനക്കേടേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ് അല്ലേ? അതാ ഒരു വന്ന രീതിക്ക് കണ്ടോ. ഇപ്പം കയറിയിട്ട് ഇപ്പം കയറുക, ഇതൊക്കെ തന്നെയാണ് അവൻ്റെ പരിപാടി. ഓക്കേ, ആദ്യം തന്നെ ഈ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വെച്ചു. അവർ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പം ഡ്രസ്സൊക്കെ തേച്ചുകൊണ്ടാണ് പോയത്. അപ്പം ആ തേപ്പൂട്ടിയൊക്കെ അങ്ങനെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ആദ്യം ഇങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയായിരുന്നു. ഒന്നെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുഴപ്പമില്ല, പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വരും. ഞാൻ ഇങ്ങനെ തുണി പുറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറേ തുണികളുണ്ട് അലക്കാനും മടക്കി വെക്കാനും. അങ്ങനെ ഒത്തിരി തുണികളുണ്ട്. പലതും പല സ്ഥലത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒരിടത്താക്കി കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഇങ്ങനെ കൈയാട്ടി നടപ്പുണ്ട്, ഓരോ പണിയൊക്കെ കാണിച്ചുകൊണ്ട്. ഏതൊക്കെ ഒരു കവറൊക്കെ എടുത്ത് കൈയിട്ടിങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു കുന്ന് തുണിയുണ്ട്. വീഴല്ലേ? വേറെ ബാക്കി തുണി താഴെയുണ്ട്. അതെല്ലാം കൂടി ഇട്ടൊന്ന് അലക്കണം. പുറകെ അതെല്ലാം കൊണ്ടിട്ടൊന്ന് അലക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഈ ആദമില്ലേ, ഇങ്ങനെ കണ്ടോ നിങ്ങൾ? ഇവനൊരു ശല്യമാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിയാണ്, അത് കണ്ടാൽ പറയില്ല ചപ്പാത്തിയാണെന്ന്. മൈദ വെച്ചുണ്ടാക്കിയ ചപ്പാത്തിയാണ്. അപ്പം ഭയങ്കര ഹാർഡായിരുന്നു. പിന്നെ കിഴങ്ങും ക്യാരറ്റും വെച്ചുള്ളൊരു കറിയും ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഇതിട്ട് കളിക്കുകയാണ്. ഇതുണ്ട്, മോന്ത മുഴുവനുമുണ്ട്. അവന് ദോശയാണ്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദോശ കേട്ടോ. ഇത് നല്ലതായിട്ട് മൈദ വെച്ചുണ്ടാക്കിയതായതുകൊണ്ട് ചപ്പാത്തി നല്ല ഹാർഡായിട്ടുണ്ട്. ചൂടോടെ കഴിച്ചില്ലെങ്കിൽ
ഇതുപോലെ വലിച്ച് പറക്കേണ്ടി വരും. അങ്ങനെ അപ്പത്തിലിട്ട് കളിയാണ്. എത്ര തിരിച്ചു തരാൻ പറഞ്ഞാൽ തരില്ല. കറി കൊള്ളാം. ആദം ചിരിച്ചി. അവനും കഴിക്കുന്നുണ്ട്. അവൻ ദോശയാണ് കഴിക്കുന്നത്. ഇത് അവന് കഴിക്കാൻ പറ്റത്തില്ല. കാരണം മൈദ വെച്ചുണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ പറിച്ചെടുക്കാൻ പാടാണ് ഇത് നോക്ക്. അപ്പം അവൻ അവിടെ ഇരുന്നത് കഴിക്കട്ടെ, ഞാനിവിടെ ഇതിരുന്ന് കഴിക്കാം. വിളിക്കേ അതാ അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഓരോ വികൃതി ഒപ്പിച്ച് വെക്കുകയാണ്. വെള്ളം എടുത്ത് കളിക്കുക, അതൊക്കെയാണ് പരിപാടി. എന്നെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്നും അവിടെ കിടന്ന് കാണിക്കുകയാണ്. ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് എഴുന്നേൽക്കുന്നുള്ളൂ വെക്കുമ്പോഴത്തേക്കും അവൻ അവിടെ കിടന്ന് ഭയങ്കര വീട്. ഞാനാണെങ്കിൽ ഒത്തിരി വട്ടം വിളിച്ചിട്ട് അവൻ കേൾക്കണില്ല. അപ്പം പിന്നെ വിചാരിച്ചു അവിടെ അടുത്തോട്ട് ചെല്ലാമെന്ന്. അപ്പം നമ്മൾ ഏകദേശം തുണിയെല്ലാം ഒന്ന് അലക്കേണ്ടത് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബെഡൊക്കെ വിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യം നോക്കാം. ബെഡൊക്കെ വിരിക്കാം. ബെഡ് വിരിക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഈ ആദം ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല. ഞാനിങ്ങനെ ഓരോന്ന് വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പിന്നെയും വന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് പിന്നെയും കളയാണ്. മടക്കി വെക്കും, അവൻ എടുത്തിടും, മടക്കി വെക്കും, അതെടുത്തും. കണ്ടോ, ഈ പരിപാടിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. തലവഴി ഇടുക, അവൻ കളിക്കണതാണ്. പക്ഷേ എന്താ ചെയ്യാനാ, ഞാൻ എന്തിനും മടക്കി വെക്കണം. എന്നെ പണിയെടുപ്പിക്കാൻ സമ്മതിക്കത്തുമില്ല. പിന്നെ അമ്മ അടുത്തില്ലാത്തതുകൊണ്ട് കരയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും വഴക്കൊന്നും പറഞ്ഞില്ല. അതങ്ങനെ അപ്പോഴേ അതുപോലെ തന്നെ അങ്ങ് എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. അത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് പിന്നെയും മടക്കി വെക്കുന്നുണ്ട്. അവനപ്പോൾ അടുത്ത സാധനം എടുത്തുകൊണ്ട് വരും. കണ്ടോ, ഞാൻ മടക്കി വെച്ച ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് പിന്നെയും കൊണ്ടുവന്നു. പിന്നെ അവനെ ഞാൻ വലിച്ച് താഴോട്ട് ഇറക്കുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിയില്ല, അവനവിടെ കിടന്നു. അവനവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും അത് മടക്കി വെക്കുന്നുണ്ട്. ഇനി അത് താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ മടക്കത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ അവനെ കണ്ണാടി വേണമെന്ന് പറഞ്ഞ് താഴെ ഞാൻ കണ്ണാടി എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവന് ഞാൻ പാലെടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ആ ബെഡ്ഷീറ്റ് കളഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തത് മടക്കണത്. അപ്പോൾ പാല് കുടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ആ പുതപ്പ് അങ്ങനെ വെച്ചിട്ട് അവനങ്ങ് പുതപ്പിച്ച് കൊടുത്തു അവനെ. അപ്പം വിശക്കണുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ പോയി പാലൊക്കെ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി തിളപ്പിച്ച് വെച്ചിട്ട് വരുന്നത് ചൂടാക്കിയിട്ട് പാല് കുപ്പിക്കകത്താക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് അവിടെ വന്ന് കിടക്കാൻ. പക്ഷേ എനിക്ക് കിടക്കാനുള്ള ടൈമില്ല. ഇനി നമുക്ക് തൂത്ത് വാരണം. തൂത്ത് വാരാൻ വേണ്ടിയിട്ട് ചൂലെടുത്തിട്ട് തൂത്ത് വാരാം. ഫസ്റ്റ് കൂട്ടേണ്ടിയെന്ന് തുണിയെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ്. ഈ തുണിയൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര തലവേദനയാണ്. അപ്പോൾ ഞാൻ തൂത്ത് വരാമെന്ന് വിചാരിച്ച് സിറ്റ് ഔട്ട് തന്നെ ആദ്യം തന്നെ തൂത്ത് വാരി. ആദ്യം ഇങ്ങനെ പുറകെ വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട്. ഞാനങ്ങനെ അധികം മൈൻഡാക്കാൻ പോയില്ല. ഒത്തിരി പൊടിയുണ്ട് ഇവിടെ. അപ്പോൾ ഈ പൊടിയെല്ലാം നന്നായിട്ട് തൂത്ത് വാരിയിട്ടില്ലെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പം ഒന്നാമത് ആൻമേരിയയ്ക്ക് പനിയാണ്. അതായത് ഈ ആദത്തിൻ്റെ ചേച്ചിയാണ് ആൻമേരിയ. അവർക്ക് നല്ല പനിയാണ്. അപ്പം പൊടിയൊക്കെ വന്നിട്ട് ഇനി തുമ്മലും ജലദോഷവും ഒന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഞാൻ തൂത്ത് വാരുന്നുണ്ട്. അതിനിടയ്ക്ക് ആദമാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഞാനിങ്ങനെ കണ്ണ് തെറ്റുന്ന നേരം മതി ഇവനെ എടുത്ത് ഓടിക്കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും അവൻ ഒറ്റ ഓട്ടം ഓടി. ഞാൻ പിന്നെ അവൻ്റെ പുറകെ ഓടിപ്പോയി. അവിടെ കിണറാണ്, അതുകൊണ്ട് ഞാൻ പുറകെ ഓടിപ്പോയി അവനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് ഉമ്മ തരാനായിട്ട് ഇങ്ങനെ ചുണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ കൊടുത്ത് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളിലൊക്കെ എടുത്ത് പോയപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ. അവങ്ങനെ പൂക്കളൊക്കെ ഇട്ട് കുറേ നേരം ഞങ്ങൾ വെളിയിലുണ്ടായിരുന്നു. വെളിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് ഹോളൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. അപ്പോഴും അവൻ പിന്നെയും ഓടി പുറത്തോട്ട്. ഇങ്ങനെ ഇടയ്ക്ക് നോക്കണുണ്ട്. ഇവന് കണ്ണ് തെറ്റിയാൽ പുറത്തോട്ട് ഓടും. കിണറൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. കാരണം ചേച്ചിയോടെ ഇല്ലല്ലോ, എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. അപ്പം ശരിക്കും നോക്കണമല്ലോ. അപ്പം അകത്തൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് ചെയ്യണത്.
അതിനിടയ്ക്ക് പിന്നെ അവൻ ഓടിയ വഴിക്ക് ഞാൻ ഓടിപ്പോയി പിടിച്ചുകൊണ്ട് വരികയാണ്. പിടിച്ചുകൊണ്ട് വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ക്യാമറയിലൊക്കെ ഓരോ ഗോഷ്ഠികൾ അവൻ ഇങ്ങനെ ഒന്ന് കാണിച്ചോളും. എല്ലാം നമുക്കിന്ന് വൃത്തിയാക്കി എടുക്കാം അല്ലേ ആൺകുട്ടാ? ആൺകുട്ടി അവിടെ പോയി കിടന്നു. ഞാൻ ഇത്ര നേരം അടുക്കളയിലൊന്നും കയറിയിട്ടില്ലായിരുന്നു. അടുക്കള ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പം രാവിലെ അടുക്കളയിൽ ചേച്ചി കയറി ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഒന്നും മാറ്റിയിട്ടില്ല. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, കുറേ അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു, വേണ്ടാത്ത ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ മാറ്റി ഓരോന്നൊക്കെ കഴുകേണ്ട സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം ഇരുന്ന് കഴുകുന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രമാണ്. അതിനിടയ്ക്ക് ആദ്യം പിന്നെയും അവിടെ വന്നു. ഞാൻ എവിടെ പോകുന്നോ അവിടെ ഉണ്ടാവൻ. അങ്ങനെ പുറകെ വരുമെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. എന്നാലും ഇവനെപ്പോഴാണ് വെളിയിലോട്ട് ഇറങ്ങി പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ ഇന്ന് രാവിലെ ഉണ്ടാക്കി അങ്ങനെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതെങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. ആ സമയത്ത് അതിങ്ങനെ കഥയെ കിടന്ന് ഭയങ്കര കൊട്ടൽ. ഞാൻ ഓടിച്ചെന്ന് എന്താടാന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് അവനെ അകത്തോട്ട് കയറ്റമാണ് കാണുന്നത്. അതിനിടയ്ക്ക് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. എന്നിട്ട് പിന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും, പിന്നെ അതിൻ്റെ പുറകെ പോകും. ആശുപത്രിയിൽ പോയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് ആൻമരിയ. ഇവക്കാണ് പനിയായിട്ട് ആശുപത്രിയിൽ പോയത്. ഓക്കെ അല്ല ആൻമരിയുടെ കുറച്ച് നേരം വന്നത്. ആൻമരിയ വരുമ്പോന്നല്ലേ എനിക്ക്. നീ എവിടെ പോയതാ? എന്നാ പറഞ്ഞു ഡോക്ടർ? ഇതെന്നെ. അങ്ങനെ കുറേ നേരം ഇവളോട് ഇരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഇവളെന്നിടയ്ക്ക് പോടിയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഉമ്മയൊക്കെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ എന്നെ അടിക്കണൊക്കെ ഉണ്ട്. ഭയങ്കര ഉപദ്രവകാരിയൊക്കെയാണ്. എന്നാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ ഇവളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സമയം പോയി. അതിനിടയ്ക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അവൾ ഓരോന്നിരുന്ന് പറയുന്നുണ്ട്. ഒരു കിൻഡർ ജോയ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് നേരം ഇവിടെ കിടന്ന് ഇവളോട് വാചകം ഒഴിക്കാം. ഇവിടെ ഏകദേശം വീടിൻ്റെ പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞു അല്ലേ ആൻമരിയ? വരുമ്പോന്നറിയ എനിക്ക് അവളെനിക്കൊന്ന് പനി പിടിച്ചവളാണ്. കിൻഡർ ജോയ് കൂട്ടത്തെ ഒരു സാധനം, കിൻഡർ ജോയ് പോലിരിക്കുന്ന ഒരു മിഠായി വാങ്ങി കഴിക്കുകയാണ്. സ്പൂണൊന്നും കിട്ടാത്തതുകൊണ്ട് ഫോർക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ ആൻമരിയ? ഇവിടെ ആൻമരിയ സൈഡിലോട്ട് തിരിഞ്ഞേടി, ഇവിടെ തിരിഞ്ഞേ. ഇവിടെ ആണുങ്ങളെ പോലെ ഇവിടെ മുടി വിട്ടിരിക്കുന്നു. ഓക്കെ ഇവിടെ കിടന്നോ. അപ്പം ഞങ്ങളിനി കുറച്ച് നേരം ഇങ്ങനെ കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കും അല്ലേ ആൻമരിയ? കിടന്നിട്ട് ബാക്കി പരിപാടി എന്താണെന്ന് വെച്ച് ചെയ്യും. ഇനി വലിയ പരിപാടികളൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യും അല്ലേ ആൻമരിയ? ഇളയമ്മ എന്ന് വിളിക്കുന്നതാണ്. എന്നെ റീനി എന്നാണ് പേരാണ് ഇവള് വിളിക്കാറ്. ഇപ്പം എന്തെങ്കിലും സോപ്പിടാനോ എന്തെങ്കിലും കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഇളയമ്മ എന്തോ മിണ്ടായിരിക്കാൻ ഇച്ചിരി തരാമോ? റീനിക്ക് ഇതാ ഇച്ചിരി. അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ കിടക്കണത് ആവൻ കിടന്ന് ഉറങ്ങുന്നത് ഉടുപ്പില്ലാതെ കിടന്നു. ഇവിടെ കയ്യിലൊന്ന് കടിച്ച് പറിച്ചിട്ടുണ്ട്. ഇവിടെ വേനത്ത് വയ്യ, മുട്ടായി കൊടുത്താണ് കടിച്ച് പറിച്ചു. അവള് പോയ കഥകളൊക്കെയാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു കട്ടിലിൽ. കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ കാണിക്കാം. ഞാൻ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാം നിങ്ങൾ. പിന്നെയും ഇവൾ ഭയങ്കര വായാടിയാണ്. അപ്പോൾ ഇവളിങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പോയ വഴിക്കുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തൊട്ട് അവിടം വരെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അതിനിടയ്ക്ക് ഒരു കൊട്ടക്കണ്ണാടിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇവൾക്കിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയാണെങ്കിൽ ഈ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാലും തൈരും ഫ്രിഡ്ജിലും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പം ഫ്രിഡ്ജ് വെക്കേണ്ട സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട്
ഞാൻ നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട്, അത്യാവശ്യം ഒരു മഴക്കാറുണ്ട്. അപ്പോൾ എന്തായാലും തുണി അലക്കാൻ പറ്റില്ല, എന്തായാലും വെയിലുറച്ചിട്ടില്ല, തുണി ഉണങ്ങത്തുമില്ല. അങ്ങനെ മഴക്കാർ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്, തുണി എന്തായാലും അലക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള നിരാശയിൽ. അങ്ങനെ ഇവിടെ ഒത്തിരി ഓമമരം ഉണ്ട് കേട്ടോ, ഓമയ്ക്ക മരം ഇഷ്ടംപോലെ ഉണ്ട്. കുറേയൊക്കെ വീണ് പോകുന്നുണ്ട്. അങ്ങനെ അധികം ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഉറക്കമൊക്കെ എഴുന്നേറ്റ് വേറെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആദത്തിനെ കൊണ്ട് ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കുമായിരുന്നു. നടന്നു കഴിക്കാൻ എൻ്റെ അമ്മ മീൻ വെട്ടണ കണ്ടു. അങ്ങനെ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു, വറക്കാനും കുറച്ച് കറി വെക്കാനും വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇവൻ്റെ പുറകിൽ ആരെങ്കിലും ഒരാൾ വേണം, ഇല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ച് വെക്കും. ഇത് കണ്ട പൂ പറിക്കാനായിട്ട് നോക്കുകയാണ്. ഞാനെങ്കിൽ ഓടിച്ച് വിടണുണ്ട്, എന്നിട്ടും അവൻ കേൾക്കണില്ല. ഇലയോ പൂവോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കൂടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പുറകെ നടക്കും. സമയം പോകുന്ന അറിയത്തേ ഇല്ല പിള്ളേരുടെ കൂടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഇവൻ്റെ കളിയും കളിപ്പീരും ഒക്കെ കണ്ട് ഞാനിങ്ങനെ വെളിയിലിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവൻ അവൻ്റെ അമ്മേനെ ശല്യം ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ വെളിയിലിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ വേറെ പണികളൊന്നുമില്ല. കുറച്ച് നേരം ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.